ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഫുഡ് ചെയിൻ തന്നെയാണ്, പക്ഷേ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ ആണ്. നിങ്ങൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ ബോട്ടണിയുടെ, നമുക്ക് ഈ രണ്ട് ടേംസും മിക്കവാറും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മിക്കവാറും തന്നെയല്ല, നമ്മുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു ടേമാണ് സ്റ്റീൽ എന്ന് പറയുന്നത്, അല്ലേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനൽ. അപ്പോൾ സെറ്റ് എക്സാമിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ലേറ്റ് ആവരുത്, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 17-ാം തീയതി വരെ നമുക്ക് ഫീസ് അടയ്ക്കാവുന്ന ഡേറ്റും കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ എൻട്രിയുടെ ഏറ്റവും പുതിയ കോഴ്സാണ് സെറ്റ് യുഗ. എല്ലാവർക്കും അറിയാം എന്താണ് സെറ്റ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എക്സാം പാസ്സാവേണ്ടത്. ഇപ്പോൾ എല്ലാവരും മനസ്സിലൊരു ചിന്തയൊക്കെ ഉണ്ട്, HSST എക്സാം കഴിഞ്ഞു, അതേപോലെ ഇപ്പോൾ UPSA ഇപ്പോൾ നെക്സ്റ്റ് നടക്കാൻ പോവാണ്, അതേപോലെ HSC ആണെങ്കിലും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാണ് സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്? എല്ലാവരും മനസ്സിലുള്ളൊരു ഡൗട്ടാണ്, അല്ലേ? അപ്പോൾ HSST കഴിഞ്ഞു, ഓക്കെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെ, ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഹൈസ്കൂളിലായിക്കോട്ടെ, സെറ്റ് ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കേടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗസ്റ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിലും, ഇനി അതല്ല ഒരു എയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? സെറ്റ് കമ്പൽസറി ആണ്. സോ ആ സെറ്റ് എക്സാം ഇനിയും ക്രാക്ക് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാം. സെറ്റ് ബോർഡിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ടഫാണ് പഠിക്കാനായിട്ട്, അല്ലേ? 6ഓളം യൂണിറ്റുകളുണ്ട്, അതിൽ തന്നെ 54ഓളം മൊഡ്യൂളുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇത്രയും വലിയ സിലബസ് എങ്ങനെ നമുക്ക് ചുരുക്കി പഠിച്ചെടുക്കാം? അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻട്രിയുടെ ഏറ്റവും പുതിയ സെറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് മിക്കവാറും ചോദിക്കാറുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടേംസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ നമ്മൾ കൺഫ്യൂസിങ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പഠിക്കണം. അതിൻ്റെ കൂടെ ഈ ടേംസും നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചോളൂ, കാരണം നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഭാഗമാണ്. അതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ കുറച്ച് ഫുഡ് ചെയിനിൽ തന്നെ വരുന്ന കുറച്ച് ലിങ്ക്സ്. അപ്പോൾ ഈ ലിങ്കുകൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം എന്നില്ല. കാരണം നോർമലി ഫുഡ് ചെയിൻ പഠിക്കുമ്പോൾ, ഫുഡ് വെബ് പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ചു പോവുകയുള്ളൂ. അതിന് ഡെപ്തിലേക്ക് ചിലപ്പോൾ ഇതുവരെയും നിങ്ങൾ പഠിക്കാൻ ഓർത്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് ചിലപ്പോൾ ചില ബുക്സുകളിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഫുഡ് ചെയിനിൻ്റെ കുറച്ച് സബ് ഡിവിഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ലാംഡ ലിങ്ക്. ഈ ലാംഡ ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഫുഡ് ചെയിൻ തന്നെയാണ്, പക്ഷേ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ ആണ്. ഇവിടെ പറയുന്നുണ്ട് എ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചിങ് ലിങ്ക് ഇൻ എ ഫുഡ് വെബ് ഇൻവോൾവിങ് 1 predator ഫീഡിങ് ഓൺ 2 species. ഇവിടെ ഒരു പ്രിഡേറ്റർ ഉണ്ടായിരിക്കും. ഈ പ്രിഡേറ്റർ ഫീഡ് ചെയ്യുന്നത് 2 പ്രേനെ ആയിരിക്കും, അല്ലെങ്കിൽ 2 ഇരകളെ ആയിരിക്കും, അല്ലെ? ഫുഡ് വെബ് ഒന്നിലധികം ഫുഡ് ചെയിൻ കൂടി ചേർന്നതാണല്ലോ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രിഡേറ്ററും 2 പ്രേ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ ടൈപ്പിലുള്ള ഫുഡ് വെബിനെ അല്ലെങ്കിൽ ആ ഒരു ലിങ്കിനെ പറയുന്നതാണ് ലാംഡ ലിങ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് അയോട്ട ലിങ്ക്. ഈ അയോട്ട ലിങ്ക് എന്ന് പറയുന്നത് ഇവിടെ ബ്രാഞ്ചിങ് ഒന്നും കാണിക്കുന്നില്ല, അൺബ്രാഞ്ചിങ് ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഈ അയോട്ട ലിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രൈമറി സ്പീഷീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പ്രൈമറി സ്പീഷീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിഡേറ്ററോ അല്ലെങ്കിൽ ഒരു പാരസൈറ്റോ ഇവിടെ കാണാം. അപ്പം നോർമലി നമ്മൾ പഠിക്കുന്നത് എന്താണ്? അയോട്ട ലിങ്ക് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെയുള്ള ഒരു ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചിങ് ലിങ്ക് ആണ് ഗാമ ലിങ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് 2 പ്രിഡേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 പ്രിഡേറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമ്പർ 1 ആൻഡ് നമ്പർ 2. ഇവർ കൺസ്യൂം ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള ഒരു പ്രേനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവർ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പിലുള്ള ലിങ്കിനെ അല്ലെങ്കിൽ ഫുഡ് വെബിനെ നമുക്ക് എന്ത് പറയാം? ഗാമ ലിങ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫുഡ് ചെയിൻ ഫുഡ് വെബ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട 3 ടേംസ് ആണ് ലാംഡ ലിങ്ക്, അയോട്ട ലിങ്ക് ആൻഡ് ഗാമ ലിങ്ക്. ഓക്കെ, ഇതിൽ ലാംഡ ലിങ്ക് എന്ന് പറയുന്നത് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചിങ് ആയുള്ള ലിങ്ക് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രിഡേറ്റർ ആയിരിക്കും, 2
സ്പീഷീസിനെ അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് സ്പ്രേനെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. അതേപോലെ അയോട്ട ലിങ്ക് ആണെങ്കിൽ ലീനിയർ ആയിരിക്കും, അതേപോലെ തന്നെ അൺബ്രാഞ്ചിങ് ആയിരിക്കും. ഒരു സ്പീഷീസും അതിൻ്റെ പ്രിഡേറ്ററോ അല്ലെങ്കിൽ പാരസൈറ്റോ കാണും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗാമ ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഗാമ ലിങ്ക് ആണ്. 2 പ്രിഡേറ്റേഴ്സ് ഒരു കോമൺ പ്രേനെ കൺസ്യൂം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാമ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നോർമലുള്ളൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. മറക്കാതെ തന്നെ ഇത് പഠിച്ചു വയ്ക്കാം. ദെൻ അതേപോലെ തന്നെ എക്സാംസിന് നമുക്ക് മിക്കവാറും കാണുന്ന 2 ടേംസ് ആണ് അല്ലെ, ആന്തർ ടൈപ്പ്. അതിൽ ഒന്നാണ് സിഞ്ചനീഷ്യസ് ആന്തറും രണ്ടാമതാണ് സിനാൻഡ്രസും. നിങ്ങൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ ബോട്ടണിയുടെ, നമുക്ക് ഈ 2 ടേംസും മിക്കവാറും കാണാൻ സാധിക്കും അല്ലേ. ചിലപ്പോൾ അറിയാമെങ്കിൽ പോലും ആ ഒരു സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ടേംസ് ആണ് എന്താ, ഈ പറയുന്ന സിഞ്ചനീഷ്യസും അതേപോലെ തന്നെ സിനാൻഡ്രസ് എന്ന് പറയുന്നത്. അപ്പം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിഞ്ചനീഷ്യസ് ടൈപ്പിൽ ആന്തേഴ്സ് കൊന്നേറ്റ് ആണ്, അതായത് കൂടിച്ചേരായിരിക്കും കാണുന്നത്. ഫിലമെൻറ്റ്സ് ഫ്രീ ആയിട്ടായിരിക്കും അതിൽ കാണുന്നത്. ഈ ഒരു ടൈപ്പാണ് നമ്മുടെ സിഞ്ചനീഷ്യസ് എന്ന് പറയുന്നത്. ആന്തേഴ്സ് യുണൈറ്റഡ് ആയിട്ട് കൂടിച്ചേർന്നും അതിൻ്റെ ഫിലമെൻറ്റ്സ് ഫ്രീ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ആ ടൈപ്പുള്ള ആന്തറിനെ നമ്മൾ പറയുന്നതാണ് സിഞ്ചനീഷ്യസ് ആന്തർ എന്നാണ് പറയുന്നത്. ഒരുപാട് ടൈപ്പ് നമുക്ക് ആന്തർ പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ സിലബസ് തന്നെ ടാക്സോണമി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിലൊരുപാട് ഫാമിലീസ് ഉണ്ട്, അതിൻ്റെ ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്, അതുകൂടാതെ മോർഫോളജി പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ആന്തേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ എപ്പോഴും ചോദിക്കുന്ന കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണപ്പെടുന്ന ഫാമിലി എന്ന് പറയുന്നത് ആസ്ട്രേസിയ ഫാമിലിയാണ്. നമ്മുടെ സൂര്യകാന്തിയൊക്കെ വരുന്ന ആസ്ട്രേസിയ ഫാമിലിയിലാണ് സിഞ്ചനീഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ആന്തർ കാണുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സിനാൻഡ്രസ് ടൈപ്പ്. നോക്കുക, ഇതാണ് സിനാൻഡ്രസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഫിലമെന്റ്സ് ആൻഡ് ആന്തേഴ്സ് ആർ കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഫിലമെന്റ്സ് ഫ്രീ ആണെങ്കിൽ, ഇവിടെ അങ്ങനെയല്ല. ആന്തേഴ്സ് ആയിക്കോട്ടെ ഫിലമെന്റ് ആയിക്കോട്ടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ആ ഒരു ടൈപ്പിനെ നമ്മൾ പറയുന്നതാണ് സിനാൻഡ്രസ് ടൈപ്പ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് കാണപ്പെടുന്ന ഫാമിലി എന്താ, നമ്മുടെ മത്തങ്ങയൊക്കെ വരുന്ന ഫാമിലിയാണ് എന്താ, കുക്കുർബിറ്റേസി എന്ന് പറയുന്ന ഫാമിലിയിലാണിത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നമുക്കറിയാം കുക്കുർബിറ്റ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, കുക്കുർബിറ്റ്സ് ഒക്കെ വരുന്ന ഫാമിലി മീൻസ് മെമ്പേഴ്സ് വരുന്ന ഫാമിലി നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലാണ് പ്രധാനമായിട്ടും എന്ത് വരുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് ആന്തേഴ്സ് നമ്മൾ കാണുന്നത്. പിന്നെ മാറിപ്പോവരുത്, സിഞ്ചനീഷ്യസ് എന്ന് പറയുന്നത് ആസ്ട്രേസിയ ഫാമിലിയിൽ കാണുന്നതും സിനാൻഡ്രസ് ടൈപ്പ് എന്ന് പറയുന്നത് എന്തിലാണ്, കുക്കുർബിറ്റേസിയ ഫാമിലിയിൽ കാണുന്ന ആന്തർ ടൈപ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഉള്ള 2 ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റ് 2 ടേംസ് ആണ് ഗൈനോസ്റ്റീജിയം, അതേപോലെ തന്നെ പൊളീനിയം. ഇതിൽ ഗൈനോസ്റ്റീജിയം എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഗൈനോ എന്താ, ഗൈനീഷ്യം അല്ലേ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ഫ്ലവേഴ്സിലെ. കൊനേഷൻ പ്രൊഡക്റ്റ് ഓഫ് സ്റ്റേമൻസ് ആൻഡ് സ്റ്റിഗ്മ അല്ലേ. ഇവിടെ എന്താണ്, സ്റ്റേമനും സ്റ്റിഗ്മയും കൂടിച്ചേർന്ന കണ്ടീഷനിലാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഗൈനോസ്റ്റീജിയം എന്നാണ് പറയുന്നത്. ഇനി എക്സാമ്പിൾ നമ്മുടെ കെലോട്രോപ്പിസ് ഉണ്ടല്ലോ, എരിക്ക്, അതേപോലെ ഓർക്കിഡേസിയ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഈ ഗൈനോസ്റ്റീജിയം കാണാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നു, സ്റ്റിഗ്മയും അതേപോലെ തന്നെ നമ്മുടെ ആന്തേഴ്സ് അല്ലെങ്കിൽ സ്റ്റേമൻസും കൂടി ചേർന്നാണ് കാണുന്നതെങ്കിൽ ആ ടൈപ്പിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഗൈനോസ്റ്റീജിയം എന്നാണ് ആ ടൈപ്പിനെ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു നോക്കി, ഏതായിരുന്നു അത് വന്ന ഫാമിലി, ഓർക്കിഡേസിയ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കെലോട്രോപ്പിസ് എരിക്കും ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അടുത്താണ് പൊളീനിയം. പൊളീനിയം എന്ന് പറയുമ്പോഴും നമുക്കറിയാം എന്താ, ഇതേപോലെ തന്നെ നമുക്ക് കെലോട്രോപ്പിസിലൊക്കെ കാണാൻ കഴിയുന്നൊരു ടൈപ്പാണല്ലോ ഈ പൊളീനിയം എന്ന് പറയുന്നത്. പൊളൻ ഗ്രെയിൻസ് ആർ ഫ്യൂസ് ടുഗെദർ ആസ് എ സിംഗിൾ മാസ്. പൊളൻ ഗ്രെയിൻസ് എല്ലാം കൂടി ചേർന്ന് ഒരു മാസ് പോലെ അല്ലെ ഒരു കൂട്ടം പോലെ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്താ, പൊളീനിയം എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് ഓർത്ത് വയ്ക്കുക. ഒരുപാട് പ്രാവശ്യങ്ങളായിട്ട് നമ്മുടെ സെറ്റ് ബോട്ടണി എക്സാമിന് ചോദിച്ചിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ നമുക്കിത് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്, ഏറ്റവും സിമ്പിളാണ്. നമുക്ക് ഈ ഒരു എന്താ പറയുക ബാച്ച് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരിക്കലും മറക്കാതെ മാറാതെ ബേസ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ടേംസ് ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്.
അതേപോലെ തന്നെ മിക്കവാറും തന്നെയല്ല, നമ്മുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു ടേമാണ് സ്റ്റീൽ എന്ന് പറയുന്നത്, അല്ലേ? അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്നിട്ട് അത് ഏത് ടൈപ്പ് സ്റ്റീലാണെന്നും, അല്ലെങ്കിൽ ഇന്ന സ്റ്റീൽ ഏത് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് പ്ലാന്റിലാണ് കാണുന്നതൊക്കെ എപ്പോഴും മിക്കവാറും ചോദിക്കാറുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ സിലിണ്ടർ ഓഫ് വോസ്കുലാർ ടിഷ്യൂ, അല്ലേ? നമ്മളൊരു അനാട്ടമി സെക്ഷൻ എടുക്കുമ്പോൾ അതിലെ സെൻട്രൽ പോർഷൻ, അല്ലെ, സൈലം ഉണ്ട്, അതേപോലെ ഫ്ലോയം കാണാം, പിന്നെ പെരിസൈക്കിൾ. അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഭാഗത്തിനെ, അല്ലെ, ഒരു സെൻട്രൽ സിലിണ്ടർ പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സിലിണ്ടർ എന്ന് പറയും. അപ്പം ഇതിൽ തന്നെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് നമുക്കത് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചധികം ടൈപ്പുകളുണ്ട്, അതിൻ്റെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. നമുക്കതെല്ലാം ഇനി വരുന്ന ഓരോരോ ക്ലാസ്സുകളായിട്ട് ഓരോ ടോപ്പിക്സ് ആയിട്ടും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഹാപ്ലോ സ്റ്റീൽ. ഹാപ്ലോ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം. ഓക്കെ, സൈലത്തിനെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം? സൈലത്തിനെ സറൗണ്ട് ചെയ്ത് നമുക്ക് എന്ത് കാണാം? ഫ്ലോയം കാണുവാണെങ്കിൽ അത് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റീലാണ്. നമ്മൾ അതിനെ പറയുന്നതാണ് എന്ത്? ഹാപ്ലോ സ്റ്റീൽ എന്ന് പറയും. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ടെറിഡോഫൈറ്റ് ആയിട്ടുള്ള സെലാജിനെല്ലയിൽ നമുക്ക് എന്ത് കാണാം? ഈ ഒരു ടൈപ്പ് സ്റ്റീൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് എന്ത്? ആക്ടിനോ സ്റ്റീൽ, അല്ലേ? ആക്ടിനോ എന്നൊക്കെ പറയുമ്പോൾ ആ ടേം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട എന്താണ്? ഒരു സ്റ്റാർ ഷേപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള സൈലം കോറ്, അതിനെ സറൗണ്ട് ചെയ്ത് നമുക്ക് ആരെ കാണാം? ഫ്ലോയം കാണാം. എനിക്ക് ഈ ഫിഗറിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നോക്കാം, ഇത് സൈലമാണ്. ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള സൈലം നമുക്ക് കാണാം. അതിനെ ചുറ്റി നമുക്ക് ആരെ കാണാൻ സാധിക്കും? ഫ്ലോയത്തിനെ കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ ടൈപ്പ് സ്റ്റീലിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ആക്ടിനോ സ്റ്റീൽ എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത് ലൈക്കോപോഡിയം സെറേറ്റം ആണ്. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് എണ്ണത്തിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ മിക്കവാറും സെറ്റ് എക്സാമിന് ചോദിക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു എക്സാമ്പിളാണ് ലൈക്കോപോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഏതായിരുന്നു? ആക്ടിനോ സ്റ്റീൽ കാണുന്നത് ലൈക്കോപോഡിയം സെറേറ്റത്തിലാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പ്ലെക്ടോ സ്റ്റീൽ, അല്ലെ? ഓരോ ടേം പഠിക്കുമ്പോഴും ആ ഒരു ടേമിൽ നിന്നും ആ മീനിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം എളുപ്പമായിരിക്കും, മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പ്ലെക്ടോ എന്ന് പറയുമ്പോൾ എന്താ? സൈലം പ്ലേറ്റ്സ്. നോക്കി ആ ഫിഗറിൽ നോക്കിയേ, സൈലം ഇങ്ങനെ പ്ലേറ്റ്സ് ആയിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഈ പറയുന്ന ഫ്ലോയം പ്ലേറ്റ്സ് നമുക്ക് കാണാം. അപ്പോൾ അതിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് സൈലവും ആ ഒരു ഗ്രീനിഷ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലോയാണ്. അപ്പോൾ സൈലം പ്ലേറ്റ്സിനെ ഓൾട്ടർനേറ്റ് ചെയ്ത് നമുക്ക് ആരെ കൂടി കാണാം? ഫ്ലോയത്തിനെ കൂടി കാണുവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സ്റ്റീലിനെ നമ്മൾ പറയുന്നതാണ് പ്ലെക്ടോ സ്റ്റീൽ എന്ന് പറയും. ഇത് ലൈക്കോപോഡിയം ക്ലാവേറ്റത്തിലാണ് കാണുന്നത്. അപ്പോൾ നോക്കിയേ, ലൈക്കോപോഡിയം തന്നെ അതിൻ്റെ സ്പീഷീസ് മാറുന്നതനുസരിച്ച് സ്റ്റീൽ ടൈപ്പുകളിലും വ്യത്യാസം വരുന്നുണ്ട്. ലൈക്കോപോഡിയം ക്ലാവേറ്റം എന്ന് പറയുന്നത് പ്ലെക്ടോ സ്റ്റീലിന് എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലൈക്കോപോഡിയം സെറേറ്റം എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ആക്ടിനോ സ്റ്റീലിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതേപോലെ ഒരേ ഗ്രൂപ്പിൽ വന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ ടൈപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ മിക്സ്ഡ് പ്രോട്ടോ സ്റ്റീൽ, അതിൽ സൈലം ഗ്രൂപ്പ്സ് യൂണിഫോംലി സ്കാറ്റേർഡ് ഇൻ ദ ഫ്ലോയം, അല്ലേ? ഫ്ലോയത്തിൽ സ്കാറ്റർ ചെയ്ത രീതിയിൽ മിക്സ് ചെയ്ത് ഇവനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. സൈലം ഫ്ലോയം എന്ന രീതിയിൽ മിക്സ് ചെയ്ത് കാണുവാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് സ്റ്റീലിനെ നമ്മൾ പറയുന്നതാണ് എന്താ? മിക്സ്ഡ് പ്രോട്ടോ സ്റ്റീൽ എന്നാണ് പറയുന്നത്. ലൈക്കോപോഡിയം തന്നെയാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. ലൈക്കോപോഡിയം സെറനം ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പം ലൈക്കോപോഡിയത്തിന് തന്നെ 3 സ്പീഷീസിലും 3 ടൈപ്പ് സ്റ്റീലാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. ഞാൻ വീണ്ടും പറയുവാണ്, ഇതെല്ലാം തന്നെ പ്രീവിയസ്ലി നമ്മുടെ സെറ്റ് ബോട്ടണി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ സ്റ്റീല ടൈപ്പ് ഇനിയും ഉണ്ട്, സ്റ്റീല റെവല്യൂഷൻ പഠിക്കാനുണ്ട്, അതൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള മറ്റൊന്നാണ് എന്ത്? ടൈപ്പ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ടൈപ്പിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സിലബസ് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കുറേ ടൈപ്പുകളുണ്ട്. അതിൽ ഒരു 3-4 ടൈപ്പ് മാത്രമേ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് ടൈപ്പ്?
എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് സ്റ്റഡി യൂസ് ചെയ്യുന്നത് അല്ലേ? ടാക്സോണമി പഠിക്കുമ്പോൾ മറക്കാതെ പഠിക്കേണ്ട ഒന്നുകൂടിയാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഹോളോ ടൈപ്പ്. സ്പെസിമെൻ ഓർ ഇലിസ്ട്രേഷൻ ഒറിജിനലി സൈറ്റഡ് ബൈ ദ ഓതേഴ്സ് ഇൻ പ്രൊട്ടോലോഗ് അല്ലേ? നമ്മളിപ്പോൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു PhD വർക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിൻ്റെ കൂടെ ഇപ്പോൾ പ്രത്യേകിച്ച് ബോട്ടണിയെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ വർക്ക് ചെയ്തേ അതിൻ്റെ ഒരു സ്പെസിമെൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ നമ്മൾ ഒറിജിനലി സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സ്പെസിമെനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഹോളോ ടൈപ്പ് എന്നാണ് പറയുന്നത്. നോക്കാം, എ സ്പെസിമെൻ or illustration originally cited by the author in protologue. അതായത് പ്രൊട്ടോലോഗിലെ ഓഥറാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത്, അത് ഒറിജിനൽ കോപ്പി ആയിരിക്കും. ഓക്കെ, അതിന് നമ്മൾ പറയുന്നതാണ് എന്താ? നമ്മൾ ഈ പറയുന്ന ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ഹെർബേറിയം ഷീറ്റ് ആയിരിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു മീൻസ് നമ്മൾ ഒരു എന്താ പറയുക സ്പെസിമെൻ ആയിട്ട് ഒരു കെമിക്കലിലൊക്കെ നമ്മൾ വെച്ച ഒരു സ്പെസിമെൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് സബ്മിറ്റ് ചെയ്യാം. ബട്ട് അതൊരു ഹോളോ ടൈപ്പ് ആണ്, ഒറിജിനൽ ആണ് ആൻഡ് സബ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് ആളൊരു ഓണർ ആയിരിക്കും അത് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഐസോ ടൈപ്പ് ആണ്. Duplicate specimen of the holotype collected from the same population by the same person on same date with the same field number. അതായത് കറക്റ്റായിട്ട് വെക്കുന്നൊരു ഹോളോ ടൈപ്പ് ഉണ്ട്. ഈ ഹോളോ ടൈപ്പിൻ്റെ ഒരു അപരൻ എന്ന് വേണം നമുക്കിതിനെ പറയാം അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഹോളോ ടൈപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് എന്തെന്ന് പറയുന്നത്? ഐസോ ടൈപ്പ് എന്ന് പറയുന്നത്. അതാരാ കളക്ട് ചെയ്യുന്നത്? ആ ഒരു ഓതർ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. സെയിം ഫീൽഡിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, സെയിം ഡേറ്റിലാണ് കളക്ട് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ നമ്പറും ഏകദേശം സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷെ അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് മീൻസ് ഒന്നാണ്, പക്ഷേ ഇതാണ് ഹോളോ ടൈപ്പ് അല്ല, അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യുന്നത്? ഐസോ ടൈപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ലെക്ടോ ടൈപ്പ്. ഈ ലെക്ടോ ടൈപ്പ് എന്ന് പറയുമ്പോൾ സ്പെസിമെൻ സെലക്ടഡ് ഫ്രം original material serve as a time when no holotype was designated at the time of publication or if holotype is missing or destroyed. ഇനി നമ്മൾ ഹോളോടൈപ്പ് വെച്ചത് ഏതെങ്കിലും തരത്തിൽ ഡിസ്ട്രോയ് ചെയ്തു പോയി അല്ലെങ്കിൽ മിസ്സായി പോയെന്ന് വിചാരിക്കാം. അതിന് പകരം നമ്മൾ വയ്ക്കുന്ന മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് എന്തെന്ന് പറയുന്നത്? ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഐസോ ടൈപ്പ് നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ്, പക്ഷെ എന്താ അവിടെ ഹോളോ ടൈപ്പ് ഉണ്ട്, നശിച്ചു പോയിട്ടില്ല. പക്ഷെ ഹോളോ ടൈപ്പ് നശിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ മിസ്സായി പോയപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഒന്നാണ് എന്താ? ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുമല്ല ഹോളോ ടൈപ്പ് ഇന്നതാണ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വെച്ചിട്ടില്ല എങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കോപ്പിയെ ലെക്ടോ ടൈപ്പ് എന്ന് പറയാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി നിയോ ടൈപ്പ് ഉണ്ട്, അങ്ങനെ അതേപോലെ പാരാ ടൈപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് നമുക്ക് ഈ ടൈപ്പിഫിക്കേഷന് പഠിക്കാനുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ടാക്സോണമി ക്ലാസ്സുമായിട്ട് നമുക്ക് തീർച്ചയായും നമ്മൾ എത്തുന്നതായിരിക്കും. കാരണം അത്രത്തോളം ഫാമിലീസ് നമുക്ക് എവിടെ പഠിക്കാനുണ്ട്, സെറ്റ് ബോട്ടണി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് ഞാൻ വളരെ ചുരുക്കത്തിലാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തത്. വളരെ കുറച്ച് കാലം നമ്മൾ ഡിസ്കസ് ചെയ്ത്, കാരണം എന്താ ഇനി ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന സമയത്ത് സിലബസ്, ഞാൻ എല്ലാ കോഴ്സിലും ഞാൻ പറയാറുള്ളതാണ്, സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കാം, പഠിച്ചു തുടങ്ങുക. പിന്നെ ഇത്രയും വലിയ യൂണിറ്റ്, അതായത് 6 യൂണിറ്റ്സ് ഉണ്ട്, 54ലധികം മൊഡ്യൂളുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിതിങ്ങനെ ചുരുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കതിനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നെന്ന് പറയുന്നത് PYQs ആണ് അല്ലേ? 2010 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് പഠിച്ചു തുടങ്ങാം. അത് വെറുതെ വായിച്ചു പോയാലും കാര്യമില്ല, ഓരോന്ന് പഠിക്കുമ്പോഴും അതിനെ കണക്ട് ചെയ്യുന്ന ഫാക്ട്സ് ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് ഇതേപോലുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതേപോലെ തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് സെറ്റ് യുഗ ബാച്ച് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ നമ്മൾ എല്ലാ കോഴ്സിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിൻ്റെ ഫീ ഡീറ്റെയിൽസിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഇതേപോലുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് PYQസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്